നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടി സെല്ലിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ആക്ടിവേഷനെയും കുറിച്ചാണ്. ടി സെൽസ് ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ്. അത് മെച്യൂർ ചെയ്യുന്നത് തൈമസിലാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് TCR അഥവാ ടി സെൽ റിസപ്റ്റർ. T cell receptor interact with the MHC peptide complex on the surface of antigen presenting cells. ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ലിൻ്റെ സർഫസിലുള്ള MHC പെപ്റ്റൈഡ് കോംപ്ലക്സ് ആയിട്ടാണ് ടി സെൽ റിസപ്റ്റേഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ടി സെൽ റിസപ്റ്റർ പ്രസൻ്റ് ആണ്. TCR ആൽഫ ബീറ്റ ആൻഡ് TCR ഗാമ ഡെൽറ്റ. ഇതാണ് രണ്ട് ടൈപ്പ് ടി സെൽ റിസപ്റ്റർ. T cell express either alpha beta or gamma delta, not both. T cell receptor എക്സ്പ്രസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ആൽഫ ബീറ്റ ആയിട്ടോ അല്ലെങ്കിൽ ഗാമ ഡെൽറ്റോ ആയിട്ടാണ്. രണ്ടും കൂടി ഒരുമിച്ച് സെല്ലിൻ്റെ സർഫസിൽ അവർ എക്സ്പ്രസ് ചെയ്യില്ല. TCR alpha beta are made up of two polypeptide chain that are alpha chain and beta chain. TCR ആൽഫ ബീറ്റ ഉണ്ടാക്കുന്നത് രണ്ട് പോളിപെപ്റ്റൈഡ് ചെയിനും കൊണ്ടാണ്. ഒന്ന് ആൽഫ ചെയിനും രണ്ട് ബീറ്റ ചെയിനും. Each chain has a variable domain and a constant domain. ഓരോന്നിനും വാരിയബിൾ ഡൊമൈനും കോൺസ്റ്റന്റ് ഡൊമൈനും പ്രസൻ്റ് ആണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ആൽഫ ചെയിൻ, ഇത് ബീറ്റ ചെയിൻ, ഇത് വാരിയബിൾ ആൽഫ റീജിയൻ, ഇത് വാരിയബിൾ ബീറ്റ റീജിയൻ, കോൺസ്റ്റന്റ് ആൽഫ റീജിയൻ, കോൺസ്റ്റന്റ് ബീറ്റ റീജിയൻ. ഇതിൻ്റെ ബിറ്റ്വീനിൽ കാണുന്നതാണ് ഡൈസൾഫൈഡ് ബോണ്ട്. Variable alpha and variable beta together form antigen binding site. Variable ആൽഫയും variable ബീറ്റയും രണ്ടും കൂടി ചേർന്നിട്ടാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. When antigen attack occurs, these signal not transfer into the nucleus because cytoplasmic tail of T cell receptor is very short. എപ്പോഴാണോ ആൻറ്റിജൻ അറ്റാക്ക് ഉണ്ടാകുന്നതെങ്കിൽ ഈ സിഗ്നലിനെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാനായിട്ട് ടി സെൽ റിസപ്റ്ററിന് സാധിക്കില്ല. കാരണം ടി സെൽ റിസപ്റ്ററിൻ്റെ സൈറ്റോപ്ലാസ്മിക് ടെയിൽ വളരെ ചെറുതാണ്. അതുകൊണ്ട് ഇങ്ങനെ അറ്റാക്ക് നടന്നു എന്നുള്ള മെസ്സേജ് ന്യൂക്ലിയസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല. So the T cell receptor are associated non-covalently with a protein complex. ഇങ്ങനെ സിഗ്നൽ ടി സെൽ റിസപ്റ്ററിനെ ന്യൂക്ലിയസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ടി സെൽ റിസപ്റ്റർ എന്ന് പറയുന്നത് വലിയൊരു പ്രോട്ടീൻ കോംപ്ലക്സ് ആയിട്ടാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. ആ പ്രോട്ടീൻ കോംപ്ലക്സിൽ പെട്ടിട്ടുള്ളതാണ് ആൽഫ, ഡെൽറ്റ, എപ്സലോൺ ആൻഡ് സീറ്റ. ഇതാണ് TCR ടി സെൽ റിസപ്റ്റർ. ഇതിൻ്റെ അടുത്ത് തന്നെ ഗാമ എപ്സലോണും എപ്സലോൺ ഡെൽറ്റയും കാണാം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് CD3 കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ഇത് സീറ്റ ചെയിൻ. The CD3 protein and the theta chain are identical in all cells. ടി സെല്ലിലെ പ്രസൻ്റ് ആയിരിക്കുന്ന CD3 പ്രോട്ടീനും സീറ്റ ചെയിനും ഐഡൻറ്റിക്കൽ ആയിരിക്കും. If any one of these proteins are changed, TCR not expressed on the cell surface. ഈ പ്രോട്ടീനിലെ ഏതെങ്കിലും ഒരു പ്രോട്ടീന് ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ തന്നെ ടി സെൽ റിസപ്റ്റർ എക്സ്പ്രസ് ചെയ്യില്ല.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് T cell activation ആണ്. T cells are activated by the antigen MHC complex which generate memory T cells, regulatory T cells and effector T cells. T cells ആക്റ്റീവ് ആവുന്നത് ആൻറ്റിജൻ MHC കോംപ്ലക്സ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ്. അങ്ങനെ വരുമ്പോൾ T cells ആക്റ്റീവ് ആയിട്ട് മെമ്മറി T cells, റെഗുലേറ്ററി T cells, ഇഫക്റ്റർ T cellsനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെച്യൂർ T cells are two types, CD4+ and CD8+. മെച്യൂർ ആയിട്ടുള്ള T cells രണ്ട് ടൈപ്പ് ആണുള്ളത്, CD4+ഉം CD8+ഉം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് T cell activation CD4+ cells. After antigen processing and presentation, MHC2 peptide complex present at the cell surface. നമ്മൾ മുൻ വീഡിയോയിൽ ആൻറ്റിജൻ പ്രോസസ്സിങ്ങും അതിൻ്റെ പ്രസൻറ്റേഷനും കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് സെല്ലിൻ്റെ സർഫസിലെ MHC2 പെപ്റ്റൈഡ് കോംപ്ലക്സ് പ്രസൻ്റ് ആയിരിക്കും. These cells are migrated into the site of infection. ഈ സെൽസ് എവിടെയാണ് ഇൻഫെക്ഷൻ നടക്കുന്നത് അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. Then CD4 T cell recognize this complex. ഇങ്ങനെ വരുന്ന ഈ കോംപ്ലക്സിനെ CD4 T cells recognize ചെയ്യും. It is activated by two signals. ഇത് T cells ഈ കോംപ്ലക്സ് ആക്ടിവേറ്റ് ആകുന്നത് രണ്ട് സിഗ്നൽസ് വഴിയാണ്. First one is recognition and binding of TCR and CD4. ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് ഈ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ലിനെ റെക്കഗ്നൈസ് ചെയ്ത് ബൈൻഡ് ചെയ്യുന്നതാണ്, TCRഉം CD4ഉം തമ്മിൽ. ഇതിനെയാണ് ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത്. സെക്കൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു കോസ്റ്റിമുലേഷൻ ആണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റിമുലേറ്റിംഗ് പെയർ എന്ന് പറയുന്നത് B7ഉം CD28ഉം തമ്മിലുള്ളതാണ്. CD28 is present on the T cell surface and B7 is present at the antigen presenting cell. ഇതിൽ CD28 എന്ന് പറയുന്ന ഈ റിസപ്റ്റർ T സെല്ലിൻ്റെ സർഫസിലും B7 എന്ന് പറയുന്നത് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ലിൻ്റെ സർഫസിലായിരിക്കും ഉണ്ടാവുക. These two signals resulted the activation of T cells. ഈ രണ്ട് സിഗ്നലും കൂടി ചേർന്നിട്ടാണ് T സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. After activation, T cell synthesize and secrete cytokine interleukin 2. ഈ ആക്ടിവേഷന് ശേഷം T cells cytokine interleukin 2നെ സിന്തസൈസ് ചെയ്യും. Then CD4+ T cell proliferate and differentiated into CD4+ effector T cells and CD4+ memories T cell. അതിനുശേഷം CD4+ T cells proliferate ചെയ്തിട്ട് CD4+ effector സെല്ലിനെയും മെമ്മറി T cellsനെയും പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CD8+ T സെല്ലിൻ്റെ ആക്ടിവേഷൻ ആണ്. After antigen processing and presentation, MHC1 peptide complex present at the cell surface. ആൻറ്റിജൻ പ്രോസസ്സിങ്ങും പ്രസൻറ്റേഷന് ശേഷം MHC ഫസ്റ്റ് പെപ്റ്റൈഡ് കോംപ്ലക്സ് T സെല്ലിൻ്റെ സർഫസിൽ പ്രസൻ്റ് ആയിരിക്കും. These cells are migrated into the site of infection. ഈ സെൽസ് എവിടെയാണ് ഇൻഫെക്ഷൻ നടക്കുന്നത് അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. Then CD8+ T cell recognize this complex. അതിനുശേഷം ഈ MHC പെപ്റ്റൈഡ് ബോണ്ടുള്ള ഈ കോംപ്ലക്സിനെ CD8+ T cell recognize ചെയ്യും. Co-stimulation also occur by IL-2 and other cytokine produced by T helper cells. അതിന് co-stimulationന് ശേഷം IL-2 കോംപ്ലക്സും പിന്നെ ഒരുപാട് വേറെ സൈറ്റോകൈൻ കോംപ്ലക്സ് ഒക്കെ T helper cells പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ആക്റ്റീവ് ആയിട്ടുള്ള CD8+ T സെല്ലിനെ പ്രൊലിഫറേറ്റും ഡിഫറൻഷിയേറ്റും ചെയ്തിട്ട് ഇഫക്റ്റർ സെൽസും മെമ്മറി സെൽസ് ആയിട്ട് മാറും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്താലാണ് ഇനി ഇടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.